തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ബീഹാറിൽ നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർ പട്ടികയുടെ സമഗ്ര പരിശോധന എന്തിന്? തിരഞ്ഞെടുപ്പുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് രാജ്യത്താകമാനം നടത്തുന്ന പ്രക്രിയ ആയിക്കൂടെ എന്ന് കോടതി. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ലെന്ന് കമ്മീഷൻ. പി ബസന്ത് വിവരങ്ങളുമായി ചേർന്നു. ബസന്ത്, എന്താണ് വിശദവിവരങ്ങളുമായി ബന്ധപ്പെട്ട്? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന സമഗ്ര വോട്ടർ പട്ടികയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിശോധിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ നൽകിയ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ രണ്ടംഗ ബെഞ്ച് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ: എന്തുകൊണ്ടാണ് നവംബറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരത്തിലൊരു സമഗ്ര പരിശോധന നിങ്ങൾ നടത്തുന്നത്? അതിന്റെ അധികാരം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? രണ്ട്, ഇതിന് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെ? ഇതിന്റെ സമയക്രമം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന നിലപാടെന്ന് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 21(3) പ്രകാരം തങ്ങൾക്ക് ഇത്തരം ഒരു പരിശോധനയ്ക്ക് അധികാരമുണ്ട് എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരാതി ഉള്ളവർക്ക് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവർക്ക് അവരുടെ വാദങ്ങൾ കേൾക്കുന്നതിന് ഒരു അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ പ്രധാനമായും പറഞ്ഞത് പൗരത്വ പരിശോധനയാണ് ഇപ്പോൾ ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് എന്നാണ്. അതായത് പിൻവാതിലിലൂടെ NRC നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് കൊണ്ടുവരുന്നു എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ കപിൽ സിബൽ ഇത്തരം ഒരു വാദം ഉന്നയിച്ചത്. മാത്രമല്ല, പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത വോട്ടർക്കല്ല. അങ്ങനെ ഒരു പൗരനല്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഹാജരാക്കേണ്ടതെന്നുമാണ് കപിൽ സിബൽ പറഞ്ഞത്. വാദം ഇപ്പോഴും തുടരുന്നു.